പത്മരാജൻ സിനിമകളിൽ തിലകൻ ചേട്ടൻ്റെ വളരെ നല്ല പെർഫോമൻസ് ഉള്ള കുറേ സിനിമകളുണ്ട്. മൂന്നാം പക്കം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു സാധനമാണല്ലോ ഇതിൻ്റെ താരം. അപ്പം അത് ഉഗ്രമാണെങ്കിൽ നമുക്ക് തനിയെ റിഹേഴ്സലൊന്നും വേണ്ട. ഇപ്പം മൂന്നാം പക്കത്തിൽ ജയറാം കടലിൽ പോയി എന്നറിഞ്ഞിട്ട് ഞാൻ വരുന്നു, കടൽ തീരത്തേക്ക് വരുന്നുണ്ടല്ലോ. അവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കും, തിരയുടെ മുകളിൽ ഇങ്ങനെ നോക്കും, ഒരു തല പൊങ്ങുന്നുണ്ടോ. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ജയറാമിൻ്റെ ഷർട്ടും മുണ്ടും താഴെ ഇരിക്കുന്നു, മാലയും വാച്ചും. അത് കാണും ഞാൻ. ഇത് കാണുന്നതോടെ കട്ടാണ്. പിന്നെ വേറൊരു റേഞ്ചിൽ ഞാൻ അങ്ങോട്ട് ചെല്ലുക. ഞാൻ പത്മനാഭൻ്റെ പറഞ്ഞ് റിഹേഴ്സൽ വേണ്ട. എൻ്റെ പുള്ളി റിഹേഴ്സൽ വേണ്ടേ, അപ്പോൾ ക്യാമറയ്ക്ക് വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ വേണുവാണ് ക്യാമറ. വേണു പറഞ്ഞു വേണ്ട, എനിക്ക് ആ ബ്ലോക്കൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പം വേണു പറഞ്ഞു ഇവിടെ എവിടെ വേണമെങ്കിലും ചേട്ടന് പോകാം. അങ്ങനെ ഞാൻ ചെന്ന് റിഹേഴ്സലില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ചെന്ന് ഈ തുണിയും മുണ്ടും കൂടെ, ഷർട്ടും മുണ്ടും കൂടെ ഈ ഇടത്തെ കയ്യിൽ വന്നു. വലത്തെ കൈ കൊണ്ട് മാലയും വാച്ചും എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് കടലിലേക്ക് നോക്കും, കണ്ണ് നിറയണം. അങ്ങനെ ഒറ്റ ഷോട്ടാണ്, ഒറ്റ എയറാണ് കടലിലേക്ക്. ഇത് എറിഞ്ഞ ആ ഒരു സ്ട്രെയിനിൽ ഈ തുണി ഷർട്ടും കൂടെ നെഞ്ചത്ത് വന്നു. പെട്ടെന്ന് ഞാനൊരു സംഭവം ഓർത്തു. മാവേലിക്കര അൽപ്പന്നമ്മയുടെ ഭർത്താവ് മരിച്ചപ്പോൾ ഭർത്താവിനെ ആദ്യ ഭാര്യ കൊണ്ടുപോയി. ഇവർക്ക് ആ ഷർട്ടും മുണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. മാവേലിക്കര ഞങ്ങൾ കാണാൻ ചെല്ലുമ്പോൾ ഇവർ നെഞ്ചത്ത് ഇത് വെച്ച് കരയാണ്, എന്നെ വിട്ട് പോയില്ലേ എന്ന്. അത് ഓർമ്മ വന്ന് ഇതിങ്ങനെ നെഞ്ചത്ത് വന്നപ്പോൾ ഞാൻ പൊട്ടിയും കരഞ്ഞ് പുറകിലോട്ട് മറിഞ്ഞു വീഴാൻ തുടങ്ങുകയാണ്. അപ്പോൾ പത്മരാജൻ ദൂരെ നിന്ന് വിളിച്ച് പറഞ്ഞു, പുറകെ നിൽക്കുന്ന പോലീസ് ഓഫീസർ താങ്ങിക്കോ. ഞാനിങ്ങനെ പുറകോട്ട് ഇങ്ങനെ മലന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് പുള്ളി ഇങ്ങനെ നടുവിന് പിടിച്ച്. ഞാൻ പൊട്ടിക്കരയാണ്. അത് ബിജു മേനോൻ്റെ ഫാദർ ബാലകൃഷ്ണൻ അങ്ങനെ പറഞ്ഞു, നേരെ കാറിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കാറിൻ്റെ ഡോറ് വരെ പോകുന്നത് കൊണ്ട് കട്ട് ചെയ്തത്. അത് പടത്തിൽ ഗംഭീരമായിട്ട് ആ സീൻ ഒറ്റ ഷോട്ടിലായിരിക്കും അത്. ഇൻ ബിറ്റ്വീൻ കട്ട് ചെയ്തിട്ട് കടലിൻ്റെ ഷോട്ട് ഇട്ടായിരിക്കും. അതെ, കടലിൻ്റെയും മറ്റേ സജഷനിലേക്ക് വന്നു. അതൊക്കെ പിന്നെ എടുത്താൽ ഞാൻ എന്നോട് ഡേറ്റ് ആവശ്യപ്പെട്ടപ്പോഴും ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റിൻ്റെ കോപ്പി ആദ്യം തരണം, അഡ്വാൻസ് അത് കഴിഞ്ഞ് മതി. നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പിനാണ് അത് ചോദിച്ചത്. പുള്ളി അങ്ങനെ തരികയില്ലായിരുന്നു. തന്ന് അവിടെ ചെന്ന് മൈസൂരിൽ ചെന്ന് ആദ്യത്തെ ഷോട്ട് എടുത്തപ്പോഴേ പത്മനാഭൻ പറഞ്ഞു വായിച്ചതിൻ്റെ ഗുണമുണ്ടെന്ന്. അതിലെ ക്യാരക്ടർ നമുക്ക് മറക്കാൻ പറ്റില്ല, കാരണം അത്രയും അങ്ങനെ ഒരു വില്ലൻ അതെ, അതും അവാർഡ് കിട്ടിയല്ലേ. അതെ ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ നായകനെയും അല്ലെങ്കിൽ നായികനെയൊക്കെ ഓർക്കും, വില്ലൻ കഥാപാത്രങ്ങൾ നമ്മൾ കുറേ കഴിയുമ്പോഴും, പക്ഷെ ഇത് മനസ്സിൽ നിന്ന് പോകില്ല. അത്ര സന്ദർഭങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അതെ, മോഹൻലാൽ അവസാനം അവളെ കൊണ്ടുവരാൻ വരുമ്പോൾ ഞാൻ കൊണ്ടുപോകാമെന്ന് ഇനി കൊണ്ടുപോയിക്കും, ആവശ്യം കഴിഞ്ഞല്ലോ. അതെ, ആവശ്യം കഴിഞ്ഞല്ലോ വാക്കില്ല. അതെ, പക്ഷേ ആ എക്സ്പ്രഷൻ മനസ്സിലാവും. അല്ല, ഇപ്പം ഇത് തന്നെ വലിയ കാര്യമാണ് ചേട്ടാ. ഇപ്പോൾ പറഞ്ഞു കൊണ്ടുപോയിക്കോ, ഇനി കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ ആവശ്യം കഴിഞ്ഞില്ല എന്നുള്ളത് എഴുതാണ്ട് തന്നെ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഈ സ്ട്രെസ് ചെയ്യുന്ന വാക്കിൻ്റെ പ്രത്യേകത. ഇനി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാൽ പോയി. അതെ.